എന്ത് സിമ്പിൾ ആയി ചെറുക്കൻ. അതെ അതെ സിമ്പിൾ ആ ചെറുക്കൻ. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഇതിപ്പോ ഷോ കാണിക്കാൻ വേണ്ടി തിളക്കമുള്ള ഷർട്ടും റെഡിയുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് എടുത്തൊരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ 2 റൗണ്ട് ഉറങ്ങി നീട്ടിട്ടുണ്ട്. ബിക്കോസ് കേസുകായി കാത്തിരുന്ന് ലേറ്റ് ആയതാണ്. അത്യാവശ്യം ലോങ് ഉണ്ട്. നമ്മളൊരു ഫാമിലിയിലൂടെയാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പം 2 മണിക്കുള്ള വർക്കിന് ഞങ്ങൾ 6:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ 7:30-8 മണിയാവുമായിരുന്നു. എന്നാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല പല കാരണങ്ങളാൽ വളരെയധികം ലേറ്റായി. വളരെ എന്ന് വെച്ചാൽ വളരെയധികം ലേറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബ്രൈഡ് ഓൾറെഡി മെഹന്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം റിമൂവ് ചെയ്യാനുള്ള പല പരിപാടി നോക്കിയെങ്കിലും അത് റിമൂവ് ആയി പോയില്ല. കാര്യം ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സേ ആയുള്ളൂ. അങ്ങനെ നമ്മൾ റീവർക്ക് ചെയ്യുവാണ്. ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ് കേട്ടോ, ഒരു മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് മെഹന്തി വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ഹോൾ വെച്ചിട്ടാണ് എൻ്റെ വർക്ക് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ ഞാൻ കുറച്ചധികം ടാസ്ക് എടുത്തു. ബിക്കോസ് റീവർക്കിംഗ് അത്യാവശ്യം നല്ല പണിയുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കൈ അക്ഷരത്തിന് മുകളിൽ കൂടെയാണ് നമ്മളുടെ അക്ഷരം അങ്ങോട്ട് ഇറക്കി വിടുന്നത്. അപ്പം ഭയങ്കര ടാസ്ക്കായിരുന്നു. എനിക്ക് ഇച്ചിരി ടാസ്ക്കായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഒരുവിധമൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. പിന്നെ അതുപോലെ ബ്രൈഡിൻ്റെ സിസ്റ്ററിലാണ് ഹിന, ആൾക്കും മെഹന്തി ഉണ്ടായിരുന്നു. 2 പേർക്കും നമ്മൾ കുറേ ചീട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഞാൻ വരച്ചൊപ്പിച്ചിട്ടുണ്ട്. എന്നാലും പെർഫെക്റ്റ് ആയില്ല, എന്നാലും ഞാനത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്.